അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? ഞാൻ സുഖമായിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫിൻ്റെ വീഡിയോ ആയിട്ട് വീണ്ടും വരാമെന്ന് വിചാരിച്ച് ഇന്ന് നമ്മളെ NTC കോളേജിൽ ഓണം സെലിബ്രേഷനൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇതിൽ ഉൾപ്പെടുത്താമെന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ തന്നെ നേരത്തെ എണീറ്റുകൊണ്ടോ നേരത്തെ എണീറ്റിൻ്റെ നിസ്കാരം കഴിഞ്ഞ് കുട്ടികളൊക്കെ വിളിച്ച് അവർക്ക് ചായ കൊടുത്ത് ഓരോ മദ്രസക്ക് പറഞ്ഞയച്ചിട്ടോ. അപ്പം ഞാൻ ബാക്കിയുള്ള അപ്പമൊക്കെ ചുട്ടെടുക്കുക കേട്ടോ. കാണണ്ട അപ്പം ചുടുകയാണ്. അപ്പോൾ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാക്സിമം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ. അപ്പോൾ ഞാൻ ഇന്നലെ രാത്രി മൈലാഞ്ചി കിട്ടീന് കേട്ടോ. മൈലാഞ്ചി അറിയില്ല, ഞാനിത് ഗൂഗിളിൽ നോക്കിയിട്ട് ഇട്ടതാണ് കേട്ടോ മൈലാഞ്ചി. അപ്പോൾ ഇന്ന് സാരിയാണ് എടുക്കണത്, സെറ്റ് സാരി. അപ്പം സാരി എടുക്കാൻ അറിയില്ല, പക്ഷെ എന്നാലും യൂട്യൂബിൽ നോക്കിയിട്ട് എടുക്കും. പിന്നെ ഞാൻ അപ്പം ചൂടട്ടെ കേട്ടോ. എന്നിട്ട് എനിക്ക് അലക്കണം, പിന്നെ ഫുഡ് ഉണ്ടാക്കണം. വൈകുന്നേരത്തിനൊക്കെ ഉള്ള അപ്പം ഉണ്ടാക്കി വെക്കും കേട്ടോ, കൂട്ടാനും ഇതൊക്കെ. അപ്പം ചൂടൽ ഏകദേശം കഴിയാനായിട്ടുണ്ട് കേട്ടോ. കുറച്ചൊക്കെ പിന്നെ കുറേ നേരമായി അപ്പം ചൂടൽ തുടങ്ങിയിട്ട്. അപ്പോൾ പിന്നെ എന്തൊക്കെയുണ്ട് നിങ്ങളൊക്കെ വിശേഷങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കും കേട്ടോ. പിന്നെ അതേപോലെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ വെച്ചാൽ ഞാൻ ഇന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളോടല്ല ഞാൻ ലൈവിൽ അങ്ങനെ സംസാരിച്ചത്. ഇന്നെ ഇഷ്ടപ്പെടാത്ത കുറച്ച് ആളുകളുണ്ട്, ഓരോടാണ് ഞാൻ ആ കമൻറ്റ് പറഞ്ഞത്, അങ്ങനെ സംസാരിച്ചത് കേട്ടോ. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്ത ആളുകളോടല്ല. അപ്പോൾ അത് നിങ്ങൾക്ക് അങ്ങനെ ഹേർട്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സോറി കേട്ടോ. അപ്പോൾ അതാ അപ്പം കുറച്ചൊക്കെ ചുട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അത് 3 ചുട്ടെടുക്കട്ടെ. അപ്പോൾ മുത്തുമണികളെ, എനിക്ക് അപ്പം ചുടൽ കഴിഞ്ഞിട്ട് വേണം, കുറച്ച് പാത്രങ്ങൾ മോറാണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇന്ന് മിറ്റടിക്കണില്ല കേട്ടോ. മിറ്റം ഇന്നലെ അടിച്ചേറിയതാണ്, വലിയ വേസ്റ്റും ഇതൊന്നുമില്ല, കച്ചറൊന്നുമില്ല. അലക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇന്നലെ വൈകുന്നേരം ഞാൻ അടിച്ച് തുടച്ചതാണ്, അതുകൊണ്ട് അതുമില്ല. ഇനി വൈകുന്നേരം വന്നിട്ട് സമയം ഉണ്ടെങ്കിൽ ഞാൻ അടിച്ചു തുടക്കും. ഇന്നിപ്പോൾ ഞാൻ കുട്ടികളോട് മദ്രസയിൽ നിന്ന് നേരത്തെ വരാൻ പറഞ്ഞിരിക്കുകയാണ്. നമുക്ക് ഇന്ന് നേരത്തെ പോകണം, അപ്പോൾ അതുകൊണ്ട് നേരത്തെ വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ചുടൽ കഴിഞ്ഞിട്ട് പാത്രം മോറലൊക്കെ കഴിഞ്ഞ് അലക്കാൻ കുറച്ചുള്ളൂ കേട്ടോ. കുട്ടികളെ മോൻ്റെ യൂണിഫോം ഇന്നലെ ഞാൻ വൈകുന്നേരം തന്നെ അലക്കിയിട്ടിരുന്നു. കാരണം മോൻ്റെ യൂണിഫോം 2 ഷർട്ട് അടിച്ചിട്ടിരുന്നു, പക്ഷേ ഒരു പാൻറ്റ് മാത്രമേ അടിച്ചിട്ടുള്ളൂ. അപ്പോൾ ഓനക്ക് ഇടണ്ടേ, അപ്പോൾ ഇന്നലെ വൈകുന്നേരം തന്നെ ഞാൻ അലക്കിയിട്ടിരുന്നു കേട്ടോ. അപ്പം അതുകൊണ്ട് അത് ഉണങ്ങിയതൊന്നും അറിയില്ല. അപ്പോൾ ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് ആട്ടോ. അതിൻ്റെ ഇടയിൽ ഞാൻ നമ്മളെ കോളേജത്തെ വിശേഷങ്ങളും ഓണം സെലിബ്രേഷനും ഒക്കെ ഇതിൽ ഉൾപ്പെടുത്താമെന്നുള്ള ആ ഒരു മൈൻഡിലാട്ടോ ഞാൻ ഡേ ഇൻ മൈ ലൈഫിൻ്റെ വീഡിയോ എടുക്കുന്നത്. ഇന്നലെ എന്നോട് മിസ്സ് പറഞ്ഞിരുന്നു, സഫാന എൻ്റെ യൂട്യൂബിൽ ഇൻസ്റ്റയിലൊക്കെ നമ്മളെ NTC നമ്മളെ കോളേജിൻ്റെ വീഡിയോസും ഇതൊക്കെ എടുക്കുക എന്നൊക്കെ എന്നോട് പറഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വീഡിയോ ധൈര്യമായിട്ട് എടുക്കുക, അതുകൊണ്ടാട്ടോ എടുക്കണേ. പിന്നെ നിങ്ങൾക്കും തന്നെ കാണാമല്ലോ, നമുക്ക് എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടല്ലോ, അവർക്ക് കാണാമല്ലോ. അങ്ങനെ അപ്പോൾ മിറ്റടിക്കാനൊന്നും ഇല്ല കേട്ടോ. മിറ്റടിക്കലൊക്കെ ഇന്നലെ കഴിഞ്ഞതാണ്. ഞാൻ കുട്ടികൾ പോയേക്ക് തന്നെ വേഗം വാതിൽ കുറ്റിട്ടാട്ടോ. ഉണ്ടോ, മുറ്റം അടിച്ച് വരാൻ ഒന്നുമില്ല കേട്ടോ, വേസ്റ്റായിട്ടൊന്നുമില്ല. ആ ഒരു ഇല അടക്കുന്നുണ്ട്, വേറെ ഒന്നുമില്ല. ഓക്കെ, അതുകൊണ്ട് മുറ്റം ഇന്ന് അടിച്ച് വരണില്ല. അതിനുള്ളൂ അലക്കാൻ. അപ്പോൾ ഞാൻ വെള്ളം തുറന്നു വെള്ളം പിടിച്ച് പിന്നെ പാത്രം മുറിൽ കഴിഞ്ഞിട്ട് അലക്കാൻ എഴുതി വെച്ചതാണ് കേട്ടോ.
അപ്പോൾ ഞാൻ ഉച്ചക്കൊക്കെയുള്ള ചോറ് അതേപോലെ ക്യാബേജ് ഉപ്പേരിയൊക്കെ വെക്കാം കേട്ടോ. അത് ഇക്കാക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ ഞാൻ ഷോൾ ഇട്ടിട്ടില്ല, അതാണ് ഞാൻ ഇവിടെയൊക്കെ ബ്ലറാക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ക്യാബേജ് ഉപ്പേരി പിന്നെ മീൻകറി ഇന്നലത്തെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കറി ഉണ്ട്, ഉപ്പേരി ഇല്ല, പിന്നെ ചോറും. അപ്പോൾ അത് രണ്ടും വെച്ചിട്ട് വെച്ച് വെക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ വൈകുന്നേരം വലിയ പണി ഉണ്ടാവില്ല, വൈകുന്നേരം എന്തെങ്കിലും കറി മാത്രം നോക്കിയാൽ മതി, കറിയും ചോറും കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കട്ടെ തോരൻ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ക്യാബേജൊക്കെ അരിഞ്ഞ് കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അത് തോരൻ വെച്ചിട്ട് വേണം എനിക്കിതൊക്കെ ചെയ്തിട്ട് വേണം എനിക്കിനി അലക്കാൻ പോവാൻ. മണികളെ ഞാൻ തുണികൾ വെള്ളത്തിലിട്ടോളൂ. ഞാൻ പോയിട്ട് അലക്കട്ടെ കേട്ടോ. അങ്ങനെ ഗായ്സ് ഡ്രസ്സ് അലക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. എല്ലാം അലക്കി കഴിഞ്ഞു. അപ്പുറത്ത് അയലമലൊക്കെ ഉണ്ട് കേട്ടോ. ഞാനങ്ങനെ ഉള്ളിൽ കയറി ഇനി ചായ കുടിക്കട്ടെ. ഉപ്പേരി ഇവിടെ ഏകദേശം വെന്തിട്ടുണ്ട് കേട്ടോ. ഒന്നും കൂടെ ഞാട്ട മൈലാഞ്ചി വലിയ രസമൊന്നുമില്ല, പുറത്തിട്ടില്ല, ഇവിടെ മാത്രം. ഗ്യാസൊക്കെ ഞാൻ തുടക്കൽ കഴിഞ്ഞിട്ടോ, ഗ്യാസൊക്കെ ക്ലീൻ ചെയ്ത്. മൈലാഞ്ചി ഇഷ്ടപ്പെട്ടുകൊണ്ടെങ്കിൽ ലൈക്ക് അടിക്കിട്ടോ. ഇഷ്ടപ്പെട്ടുകൊണ്ടെങ്കിൽ എനിക്കിടാൻ അറിയൂല, ഞാൻ ഗൂഗിളിൽ നോക്കിങ്ങാണ്ട് ഇട്ടതാട്ടോ. ഇനി നഖത്തുമല മൈലാഞ്ചിയൊക്കെ പോയി, അതിനിടണം. ഈ കൈമേൽ ഇട്ടിട്ടില്ല കേട്ടോ. ആടിക്കട്ടെ. ചായക്ക് അപ്പത്തിന് കറി എന്താന്ന് നിങ്ങൾ വിചാരിക്കും. അപ്പത്തിന് കറി മീൻ കറി കേട്ടോ, ഇന്നലത്തെ കറി. 3 അപ്പം എടുത്തിട്ടുണ്ട് കേട്ടോ, അത് മതി. ഇതൊക്കെ ഞാൻ കുറച്ച് മീൻ കറി എടുക്കണുള്ളൂ കേട്ടോ. മീനിൻ്റെ കഷ്ണം എടുക്കണില്ല, കറി മാത്രം മതി. ഓവറായിട്ട് വേണ്ട, ഇഷ്ടമല്ല. സാധാരണ എനിക്ക് അപ്പം ചായ മുക്കിയിട്ട് കഴിക്കാനാണ് കൂടുതലിഷ്ടം. ഇനി ചായയും കൂടി എടുക്കട്ടെ കേട്ടോ. ചായ 10 മണികളായി. ചായ എടുത്തോളൂ, എനിക്ക് കുടിക്കട്ടെ. മണികളായി, ഞാൻ ചായ കുടിക്കട്ടെ കേട്ടോ. ചായ കുടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് മേലെഴുകണം. മേലെഴുകിയിട്ട് പിന്നെ സാരി കൊടുക്കണം. അതൊന്നും ഇതിൽ കാണിക്കൂല കേട്ടോ. സാരി എടുക്കണമെന്ന് ഇതിൽ കാണിക്കൂല. ചായ കുടിക്കട്ടെ കേട്ടോ. പണികളെ എൻ്റെ മേലെഴുകലൊക്കെ കഴിഞ്ഞ് മക്കളൊക്കെ മദ്രസയിൽ നിന്ന് നേരത്തെ വന്നു കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ സാരിയൊക്കെ ഞാൻ എടുത്തു കേട്ടോ. സാരി ഞാൻ എടുത്തിട്ടുണ്ട്. ഞാൻ ബാക്ക് ക്യാമറയിൽ നിന്ന് റീസ മോളെ കൊണ്ട് ഞാൻ കാണിച്ചു കേട്ടോ. എനിക്കങ്ങനെ സാരി എടുക്കാനൊന്നും അറിയുന്നില്ല. ഈ ബ്ലൗസിൻ്റെ കൈ കുറച്ച് വലിപ്പം കുറവായതാണ് ഞാൻ മറ്റേ ഇതിട്ടിട്ടുണ്ട് കേട്ടോ കൈമിൽ. അപ്പോൾ മൈലാഞ്ചി ഇതാ. അപ്പോൾ വലിയ ഇതായിട്ടൊന്നുമില്ല ഉണ്ടാവും. സാരി എടുക്കാൻ അങ്ങനെ അറിയൊന്നുമില്ല ഗൈസ്. തട്ടിക്കൂട്ട് എടുക്കൽ അത്ര തന്നെ. പിന്നെ ഞാൻ അപ്പുറത്തെ റൂമിൽ സുന്ദരി ചേച്ചിനെ വിളിച്ചിരുന്നു കേട്ടോ. പക്ഷേ ഞാൻ ഒരു കുറച്ചൊക്കെ ശരിയാക്കി തന്നു. എന്നാലും ഞാനത് അയച്ചിട്ട് പിന്നെ വേറെ ആദ്യമൊക്കെ എടുത്ത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിൻ്റെ ഔട്ട്ഫിറ്റ് ഫുള്ളായിട്ട് കാണിച്ചു തരാം. അപ്പോൾ മുത്തുമണികളെ, ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. എനിക്ക് വലുതായിട്ട് സാരി ഒന്നും എടുക്കാൻ അറിയൊന്നുമില്ല. തട്ടിക്കൂട്ടി എടുത്തു. അപ്പുറത്തെ റൂമിൽ ചേച്ചിനെ വിളിച്ചു. പിന്നെ ഇവിടുത്തെ എനിക്ക് എത്തായിട്ട് ചേച്ചി കേട്ടോ തന്നത്. എങ്ങനെ എന്തിൻ്റെ ഔട്ട്ഫിറ്റ് ഞാൻ പോയിട്ട് വരാം കേട്ടോ. പറ്റുന്നിടത്തോളം ഞാൻ വീഡിയോസൊക്കെ ഉൾപ്പെടുത്താം കേട്ടോ. അവിടെ പോയിട്ട്
ഓക്കെ, അപ്പം ഞാനിന്ന് ഇതിൻ്റെ സബ്സ്ക്രൈബർ തന്ന സൗദിയിൽ നിന്ന് സബ്സ്ക്രൈബർ ബാഗ് തന്നില്ലേ, ആ ബാഗാട്ടോ എടുത്തിട്ടുള്ളത്. ആയിട്ടിട്ടാണ് പോണത്. തന്നെ ആകെ വിയർക്കുന്നുണ്ട്. അപ്പോൾ ഈ മോൾ എൻ്റെ കൂടെ തന്നെ കേട്ടോ, ഞങ്ങളൊപ്പം ഇറങ്ങണത്. വളൊക്കെ എങ്ങനെ ഉണ്ട് ഒരു എൻ്റെ ക്യാമറ തുറക്കട്ടെ ഈ മോള്. അപ്പോൾ ഞാൻ മക്കരപ്പറമ്പക്ക് പോണ ഓട്ടോ കിട്ടിയിട്ടോ. പോണ ഓട്ടോയിൽ പോയിട്ട് പിന്നെ മക്കരപ്പറമ്പിൽ നിന്ന് മലപ്പുറം ബസ്സിന് പോകട്ടോ. സാധാരണ ഞാൻ 10:15 ബസ്സിന് പോയിട്ട് നേരെ മലപ്പുറത്ത് ഇറങ്ങലാട്ടോ. പക്ഷെ ഇന്ന് നേരത്തെ പോണതുകൊണ്ടാണ് നേരത്തെ ഇറങ്ങിയത്. അപ്പോൾ മുത്തുമണികളെ, ഞാൻ മക്കരപ്പറമ്പ് എത്തിയിട്ടോ. ബസ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബസ് കിട്ടിയിട്ട് നേരെ പോയിട്ട് ബാക്കി അവിടുത്തെ വിശേഷങ്ങൾ കാണാം. അപ്പോൾ ഞാൻ നമ്മളെ കോളേജിലെത്തിയിട്ടോ. അപ്പോൾ ഇത് നമ്മളെ കോളേജിൽ പഠിക്കുന്ന കുട്ടി തന്നെയാണ്. പേരെന്താ ഞാൻ മറന്നുപോയി. ഞാൻ ഇതിൽ വോയിസ് കൊടുത്തതേനു, പക്ഷേ വോയിസ് എന്താ അറിയില്ല, ഇതിൽ കിട്ടിയില്ല. അപ്പോൾ സുന്ദരിക്ക് പൊട്ടുതൊടൽ അങ്ങനെ ഒരുപാട് ഗെയിംസ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ വന്നപ്പോഴത്തേന് ഇവിടെ പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് വന്നവരൊക്കെ പാടെ കൂടിങ്ങാണ്ട് ഇട്ടതാട്ടോ. അങ്ങനെ നല്ല ഭംഗി ഉണ്ടായിട്ടോ കാണാൻ. വലിയ പൂക്കളായിരുന്നു. അപ്പോൾ ഇവരെല്ലാവരും പാടെ കൂടി ഇട്ടതാ തോന്നുന്നുണ്ട്. നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ, കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു. പിന്നെ കുറച്ചും കൂടെ കംപ്ലീറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ഞാനും കൂടെ, ഏതായാലും എനിക്ക് വ്ളോഗ് എടുക്കണമല്ലോ, അപ്പോൾ ഞാനും കുറച്ച് ഓരോന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുത്തുട്ടോ. ആ ബോർഡർ ഫുള്ള് കറക്റ്റ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ഞാനും ഇട്ട് കൊടുത്തു. എനിക്കിഷ്ടമാട്ടോ ഇങ്ങനെയൊക്കെ, ഇങ്ങനെ ഓരോരോ പ്രോഗ്രാമിന് പങ്കെടുക്കുക. അതേപോലെ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. പിന്നെ നമ്മൾ ഇവിടെ കേട്ടോ നമ്മൾ സദ്യ കഴിച്ചത്. അപ്പോൾ അവിടെ ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് നിങ്ങൾ ഫോട്ടോ കണ്ടിട്ടുണ്ടാവും ഇൻസ്റ്റയിലൊക്കെ. ഈ ചേച്ചിക്കും അതേപോലെ ഇത്താക്കൊക്കെ വ്ളോഗിൽ വരാനൊക്കെ നല്ല താല്പര്യമുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചിട്ടാണ് വ്ളോഗിൽ ഉൾപ്പെടുത്തിയത് കേട്ടോ. അവർക്കൊന്നും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത്താനെയും ചേച്ചിനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. സംസാരിച്ച് വന്നപ്പോൾ ഭയങ്കര ഇഷ്ടമായി. പ്രത്യേകിച്ച് ഇത്താനോട് എന്തോ ഒരു എങ്ങനെ ഇപ്പോൾ ഞാൻ പറഞ്ഞുതരിക. ഇത്ത വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്തോ ഒരു കൂടപ്പിറപ്പിനെ പോലെ തോന്നി എനിക്ക്. അതെന്തുകൊണ്ടാണ് അറിയില്ല. കുറച്ച് നേരം നമ്മൾ സംസാരിച്ചിട്ടുള്ളൂ, എന്നാലും ഒരുപാട് അടുത്ത പോലെ തോന്നി. അപ്പോൾ ഇവരെല്ലാവരും ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സാണ് കേട്ടോ. എല്ലാവരും എൻ്റെ ഫ്രണ്ട്സാണ്. അതേപോലെ അവിടെയുള്ള മിസ്സുമാരും അവിടെയുള്ള എല്ലാവരും, താത്തമാരാവട്ടെ ചേച്ചിമാരാവട്ടെ, എല്ലാവരും നമ്മൾ ഓരോന്ന് പറഞ്ഞിങ്ങനെ ചിരിക്കുന്നുണ്ട്. എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ. ഈ റോസ് തട്ടിട്ടിട്ടില്ലേ, അവരുടെ പേരെന്താ, ഷാഹിദ അങ്ങനെ എന്തോ ആണ്. ഓരാണ് കേട്ടോ എനിക്ക് ഒരുപാട് വീഡിയോസൊക്കെ എടുത്തു തന്നു കേട്ടോ. പിന്നെ ഇവിടെ തിരുവാതിരൻ്റെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടതിന്. പിന്നെ അങ്ങനെ വീണ്ടും ഞാൻ പൂക്കളം ഇട്ടങ്ങോട്ട് വീണ്ടും വന്നു. പിന്നെ ആൺകുട്ടികളും ഉണ്ട് കേട്ടോ. പിന്നെ ചേച്ചിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ വ്ളോഗിൽ വരാൻ. അപ്പോൾ ചേച്ചി പറഞ്ഞ് എല്ലാതും എടുത്തോ, ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല വ്ളോഗിൽ വരാൻ, ഒരു കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ ഞാൻ പറഞ്ഞു ഞാൻ മാത്രമേ മേനേജിട്ടുള്ളൂ, നിങ്ങളാരും ഇട്ടിട്ടില്ലേ എന്നൊക്കെ ചോദിച്ചതാണ്. പിന്നെ ഇവിടെ വെച്ചിട്ട് കേട്ടോ പ്രോഗ്രാമൊക്കെ ഉണ്ടായിന്, പുറത്ത് വെച്ചിട്ട് തന്നെ. അപ്പോൾ തിരുവാതിര കളിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാണ്. ബാക്കിയൊക്കെ നിങ്ങൾ ഇനി ഇതിൽ കണ്ടോളിട്ടോ, ഞാൻ ഇനി വോയിസ് ഓവർ കൊടുക്കണില്ല. ഉറിയടി, കസരക്കളി, തീറ്റ മത്സരം, പിന്നെ മ്യൂസിക് ബോള്, പിന്നെ അതുപോലെ എന്താ ബോൾ ഇങ്ങനെ തട്ടിയിട്ട് ഒരു ടയറിൻ്റെ ഉള്ളിലോട്ട് പോകണം, അതെന്തൊരു ഗെയിം പറഞ്ഞ്. അപ്പോൾ അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഇതിൽ കാണാം. അപ്പോൾ ഞാനിനി വോയിസ് കൊടുക്കണില്ല. പിന്നെ ഉറിയടിയിൽ എനിക്ക് ഫസ്റ്റ് കിട്ടിയിട്ടോ. എനിക്ക് പിന്നെ വേറൊരു ബോയ്ക്കും ഫസ്റ്റ് കിട്ടി. അങ്ങനെ ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നിങ്ങൾ എല്ലാവരും ഇരുന്ന് കാണിട്ടോ. ഞാൻ മ്യൂസിക് കൊടുക്കുള്ളൂ, ഇനി വോയിസ് ഓവർ കൊടുക്കില്ല.
ഞങ്ങളുടെ കോളേജിൽ നേരെ ഓപ്പോസിറ്റ് ഒരു വീടുണ്ട്. ആ വീട്ടിൽ പോയി ഇങ്ങോട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി പോകുന്ന നടു റോട്ടിലാണ്. നിങ്ങളെ വീട് എവിടെയോ? മഞ്ചേരിയോ? ഇരുമ്പുഴി കേട്ടോ എത്താൻ്റെ വീട്. ചേച്ചീൻ്റെ വീട് എവിടെ? പൊന്മള. ഇനി ഞങ്ങൾ ആ വീട്ടിൽ പോയിട്ട് ഞങ്ങൾക്ക് ഫോട്ടോ എടുക്കാണ്. അപ്പോൾ കഴിച്ച് ഞങ്ങളൊക്കെ ഇവിടെ ഫോട്ടോ എടുക്കാൻ കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ ബാക്ക്ഗ്രൗണ്ട് കാണാൻ. ദാഹം സഹിക്കാൻ കഴിയാണ്ട് ഈ പേരിൽ വെള്ളം ചോദിക്കണ്. ഞങ്ങൾ ഈ വീട്ടില് സിറ്റൗട്ടിൽ ഫാനൊക്കെ ഇട്ടുക്കണം. ചേച്ചിയും താത്തിയും അവിടെ ഇരിക്കുന്നു കേട്ടോ. നല്ല സുഖല്ലേ ഫാനൊക്കെ ഇട്ടപ്പോ അല്ലേ? ഈ കസാലൻ്റെ ഈ കൂർത്ത സാധനം കണ്ട് ഇരുമ്പിൻ്റെ അതിൻ്റെ കൈയിൻ്റെ അവിടെ തട്ടി കൈ മുറിഞ്ഞു. ഗൈസ് തീട്ടി എടുക്കേണ്ടി വരുമെന്ന് തോന്നുന്നുണ്ട്, അറിയില്ല. പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. എനിക്ക് ഉറിയടിക്ക് ഫസ്റ്റ് കിട്ടിയിട്ടോ, സമ്മാനമൊക്കെ കിട്ടി. ഇത് സമ്മാനം കിട്ടി. പിന്നെ അതേപോലെ മെഡലും കിട്ടിയിട്ട് എനിക്ക് മെഡൽ ഞാൻ റൂമിലെത്തിയിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ബസ്സിൽ കയറി. അപ്പോൾ സന്തോഷമായി. പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ട് ഫസ്റ്റ് കിട്ടുക എന്ന് പറയുമ്പോൾ സന്തോഷം തന്നെയാണ്. എന്ത് ചെറിയ പ്രോഗ്രാമാണെങ്കിലും നമ്മൾ പങ്കെടുത്തിട്ട് അതിൽ വിജയിക്കുക എന്ന് പറഞ്ഞൊരു രസമല്ലേ. അങ്ങനെ ഫസ്റ്റ് മേടിച്ചു, ഗിഫ്റ്റ് കിട്ടി. നേരെ വീട്ടിൽ പോവാണ്. വീട്ടിൽ പോയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ പറയാം കേട്ടോ. ഇപ്പോൾ ബസ്സിൽ ആ കുറച്ച് ആൾക്കാരുള്ളൂ. ബാക്കിൽ 2 താത്താരുണ്ട്. സ്റ്റാൻഡിൽ നിന്ന് ഞാൻ ബസ് കയറി കേട്ടോ. നേരെ മക്കരപ്പറമ്പ് ഇറങ്ങും. മങ്കട ബസ് എനിക്ക് കിട്ടിയില്ല. അപ്പോൾ മക്കരപ്പറമ്പ് ഇറങ്ങിയിട്ട് അവിടുന്ന് പിന്നെ ബസ് കിട്ടിയാൽ ബസ്സിന് പോകും, അല്ലെങ്കിൽ ഓട്ടോക്ക് പോകും. ഗിഫ്റ്റ് കിട്ടിട്ടോ, സമ്മാനം കിട്ടി. പിന്നെ ഇത് മെഡലിൻ്റെ ബാഗിലാണ്, ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. കേട്ടോ മെഡല് കിട്ടി. അപ്പോൾ ഗൈസ് ഇവിടുന്ന് കുറച്ച് ആൾക്കാർ ഇവിടുന്ന് കയറാണ്ടോന്നുണ്ട്. ഇനി മലപ്പുറത്ത് ചിലപ്പോൾ തിരക്കുണ്ടാവും ബസ്, മിക്കവാറും. ഇത് അല്ല, ചിലപ്പോൾ തിരക്കുണ്ടാവില്ല. ഇത് നമ്മളെ ചെട്ടിയിലങ്ങാടി ആ വഴി കൂടി പോണ ബസ്സാട്ടോ.
അതുകൊണ്ടാണ് ഞാൻ മക്കരപ്പറമ്പ് ഇറങ്ങണത്. വീട്ടിലെത്തിയിട്ട് ബാക്കി വിശേഷങ്ങൾ പറയട്ടെ. മുത്തുമണികളെ, ഞാൻ വീട്ടിലെത്തിക്കണോ. ഇത് ഞാൻ അൺബോക്സ് ചെയ്ത് നോക്കട്ടെ, എന്താ നോക്കട്ടെ. എനിക്ക് തോന്നുന്ന കപ്പ തോന്നുന്നുണ്ട്. മക്കളെ, ഇതാട്ടെ എനിക്ക് കിട്ടിയ മെഡൽ. ഇത് അൺബോക്സ് ചെയ്ത് നോക്കട്ടെ എന്താന്ന്. മുത്തുമണികളെ, എത്ര ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക, സപ്പോർട്ട് ചെയ്യാൻ. ഞാൻ ആകെ വിയർത്തുകണുണ്ടാവും. ഇപ്പോൾ മേലൊക്കെ ഒന്ന് കഴുകണം. അപ്പോൾ എത്ര ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് അടിക്കുക, സപ്പോർട്ട് ചെയ്യുക. ബൈ. ഇവള സ്കൂളിലൊക്കെ ഒന്ന് ചായ കുടിച്ചിട്ടുണ്ടാവും. ഈ മോക്ക് എന്താ പരിപാടി? റിസൾട്ട് സ്കൂളിൽ മറ്റന്നാളത്തെ